Hi all, welcome to the part 2 of Introduction to Management System. നമ്മൾ പാർട്ട് 1 സ്റ്റാൻഡേർഡ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് OHSS ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഈ ഒരു പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് കണ്ടിന്യൂ. നെക്സ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം, OHSAS എന്ന് പറയും. OHSAS 18,001 2007 ആണ് ഇതിന്റെ സ്റ്റാൻഡേർഡ്. അതായത് ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അതായത് വർക്ക് പ്ലേസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആക്സിഡൻസിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. അതായത് ഒരു വർക്ക് പ്ലേസിൽ, അതായത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്റ്റേഷനൊക്കെ, അതായത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റേഷൻ ആണ് അല്ലെ. അപ്പം അങ്ങനെയുള്ള ഒരു സ്റ്റേഷനിൽ റേഡിയേഷൻ ആവാം, അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ ആവാം, അങ്ങനെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻ കേസ് അല്ലെങ്കിൽ നമ്മളിപ്പോ കമ്പനിയൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ബോയിലേഴ്സ് ഉണ്ടാവും അല്ലെ, നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ബോയിലേഴ്സ് വഴിയാണ്. ആ ബോയിലറുകളിൽ ഓപ്പറേറ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു ബോയിലർ ഓപ്പറേറ്റർ ഉണ്ടാവും, അയാൾ മാത്രമാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താണ് ആക്സിഡൻസ് ഉണ്ടാകാനുള്ള, എക്സ്പ്ലോഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത്തരം ഓപ്പറേറ്റേഴ്സ് ഒക്കെ അതിന്റെ കാര്യം പഠിച്ചു വരുന്നവരായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഡിസാസ്റ്റർ അവിടെ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കും, എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടാണെങ്കിൽ അങ്ങനെ അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അതുള്ള സേഫ്റ്റി മെഷേഴ്സും കൂടെ അവരെടുത്തിരിക്കും. നമ്മളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് തന്നെ എന്താണ് ഒരു കമ്പനിയിൽ ഉണ്ടായിരിക്കുന്നത് ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇതാണ് OHSAS എന്ന് പറയുന്നത്. അതായത് ഈ ഒരു OHSAS 18,001 2007 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിൽ സെറ്റ് ഓഫ് റിക്വയർമെന്റ്സ് ഉണ്ട് ഈ ഒരു മെയിൻ മാനേജ്മെന്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, OHSAS ഗ്രൂപ്പ് എന്ന് പറയുന്ന പ്രൊജക്ട് ഗ്രൂപ്പും പിന്നെ 43 ഓർഗനൈസേഷൻസും കൂടി ചേർന്നാണ് ഈ ഒരു OHSAS ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊരു ഒഫീഷ്യലി സ്റ്റാൻഡേർഡ് പബ്ലിഷ് ചെയ്തത് 2007 ആദ്യം ഉണ്ടായിരുന്നത് 1999 ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്തിട്ട് 2000 കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് 18,001 2007 എഴുതിയിട്ടുള്ളത്. അപ്പം ഇതിന്റെ ഒരു ഫീച്ചേഴ്സ്, ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പ്ലേസ്ഡ് ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, ഏത് പ്രൊഡക്ഷൻ കമ്പനി ആവട്ടെ, അവര് ഏത് സർവീസ് കമ്പനി ആവട്ടെ, അവിടെയൊക്കെ ഇത് സിസ്റ്റം, ഈ ഒരു സിസ്റ്റം ആപ്ലിക്കബിൾ ആണ്. പിന്നെ ഏത് സൈസ് ആവട്ടെ, ഏത് ഇൻഡസ്ട്രി ആവട്ടെ, ഇതൊക്കെ അവിടെയൊക്കെ എന്താണ് ആപ്ലിക്കബിൾ ആണ്. പിന്നെ ഒരു വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കൂടെയാണ് OHSAS എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനാണ് ഇതിന്റെ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. പിന്നെ ഈ ഒരു പെർഫോമൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ പറഞ്ഞിരുന്നു, എൻവയോൺമെന്റൽ ആസ്പെക്ടിനെ പ്രിവെന്റ് ചെയ്യുന്ന എൻവയോൺമെന്റൽ പെർഫോമൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ് ആണ്, അതായത് ഒക്യുപേഷണൽ ഹെൽത്ത്, ഒക്യുപേഷണൽ ഹസാർഡ്സ് വരുന്നതിന് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു പോളിസീസ് അല്ലെങ്കിൽ ഒരു പ്രോസസ് ഇവിടെ കൊണ്ടുവരുമ്പോൾ ആ ഒരു ആസ്പെക്ടിനെ തീർച്ചയായും തടയാണ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റാൻഡേർഡ് നോക്കുക, പിന്നെ ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കുക, പിന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ്. പിന്നെ നമ്മൾ EMS ഒരു കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കുറെ ഫാക്ടേഴ്സ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. സിമിലർലി നമ്മൾ ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം ഒരു കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സെയിം ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ജസ്റ്റ് നമുക്ക് എക്സാമ്പിൾ വഴി പറഞ്ഞു പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഒരു സൈസ് കമ്പനി വലുതാണോ ചെറുതാണോ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി ആവാം, അല്ലെങ്കിൽ ചെറിയ സ്മോൾ സ്കെയിൽ ബേക്കറി, ആ ബേക്കറി ആണെങ്കിൽ ബേക്കറി ഏത് കമ്പനി ആവട്ടെ അതിനനുസരിച്ചുള്ള മാനേജ്മെന്റ് സിസ്റ്റം ആയിരിക്കും ഇവിടെ കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് വൺ ലൊക്കേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ലൊക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എവിടെയാണ് നമ്മുടെ കമ്പനി ഇരിക്കുന്നത് എന്നുള്ള രീതിയിലാണ്, ഏത് ലൊക്കേഷനിലാണ്. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞല്ലോ, സീ ഫുഡിന്റെ പറഞ്ഞു, പിന്നെ അതേപോലെ സീ ഫുഡിന്റെ പ്രൊഡക്ഷൻ ആണ് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞ സീ ഫുഡ് എന്ന് പറഞ്ഞു. പിന്നെ ഡെസേർട്ടിലുള്ള ഒരു ഡെസേർട്ടിൽ ഉണ്ടാകുന്ന ഒരു ഗ്രെയിൻ ഫാക്ടറി ആണെങ്കിൽ ആ ഒരു ഗ്രെയിന് ഇവിടെ നമുക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അക്കമ്പനി ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ ഡസ്റ്റിനെ ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പൊ ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ
പ്ലേസ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഉണ്ടാകാൻ പറ്റുന്ന ഹാസാർഡ്സ്. ഇപ്പം ഒരു മൈനിങ് കമ്പനി അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡ് കമ്പനി ആണെങ്കിൽ അവിടെ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലെ കമ്പനിയിൽ ഉണ്ടാകാൻ പറ്റുന്ന ഹസാർഡ് എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? ആക്സിഡന്റ് എന്ന് പറയുന്നത് സ്ലിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെഷീൻ ഫെയിലർ ആയിരിക്കാം. അങ്ങനെയുള്ള സാധ്യതകളായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക ലൊക്കേഷൻ സംബന്ധിച്ചിട്ടുള്ളത്. ഇപ്പം ഫുഡ് കമ്പനി ആണെങ്കിൽ അവിടെയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് എന്തായിരിക്കും? ലൊക്കേഷൻ എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി ആണ് അവിടുത്തെ മെയിൻ പോളിസി എന്ന് പറയുന്നത്. അവിടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അവിടെ ടെമ്പറേച്ചർ, സ്റ്റോറേജ് എന്ന കാര്യങ്ങളായിരിക്കും അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ്. അതായത് ചില കമ്പനീസിൽ ഇപ്പം ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഒരു IT കമ്പനി ആണെങ്കിൽ അവിടെ ആ IT കമ്പനിയിലെ മെജോറിറ്റി ആൾക്കാരും എന്തായിരിക്കും? കൂടുതൽ IT പ്രൊഫഷണൽസ് ഉള്ളവരായിരിക്കും. കൂടുതൽ അവര് നമ്മളെ എഡ്യൂക്കേഷന്റെ ബേസിസിലാണ് അവർ കൂടുതൽ അവയർനെസ് ഉള്ളവരായിരിക്കും. ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിൽ അവിടെ കുറെ ട്രീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അവരൊന്നും കൂടുതൽ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മളെ കമ്പനിയോട് ചില കൂടുതൽ കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കില്ല, കൂടുതൽ കമ്മിറ്റഡ് ആയിരിക്കില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഓക്കെ. പിന്നെ നാച്ചർ ഓഫ് ആക്ടിവിറ്റീസ്, അതായത് ഓരോ കമ്പനിയിൽ ഉണ്ടാകുന്ന ആക്ടിവിറ്റീസ്. മൈനിങ് കമ്പനി ആണെങ്കിൽ അവരുടെ ആക്ടിവിറ്റി ഡിഫറെന്റ് ആണ്. കൺസ്ട്രക്ഷൻ കമ്പനി ആണെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് ഡിഫറെന്റ് ആണ്. പിന്നെ ലീഗൽ ഒബ്ലിഗേഷൻസ് ആണ്. ലീഗൽ ഒബ്ലിഗേഷൻസ് പറയുമ്പോൾ ഓരോ നാട്ടിലും ഓരോ സ്ഥലത്തും എന്തായിരിക്കും? ലീഗൽ ഒബ്ലിഗേഷൻസ് ഉണ്ടാവും. ഇപ്പം ആ ലോക്കൽ ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ലീഗൽ റിക്വയർമെന്റ്സ് ഉണ്ടാവും. നമ്മുടെ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരണമെങ്കിൽ പഞ്ചായത്തിൻ്റെത്, പിന്നെ എന്താണ് ഡിസ്ട്രിക്റ്റിൻ്റെത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ ലെവലിലായിട്ട് നമ്മൾ അപ്രൂവൽ മേടിക്കുന്നുണ്ട്. അതേപോലെ ആ ലീഗൽ ഒബ്ജക്ഷൻസ് എന്താണെന്ന് നോക്കാം. പിന്നെ സ്കോപ്പ് ഓഫ് OHSMS, അതായത് നമ്മൾ ബ്രോഡാണോ ഫോക്കസ്ഡ് ആണോ എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമാണോ നമ്മൾ ഇപ്പം ഒരു സേഫ്റ്റി കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള കമ്പനിയിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനെ കുറിച്ചും നമ്മൾക്ക് ഇൻവോൾവഡ് ആയിരിക്കണം എന്നത്. പിന്നെ OHS പോളിസീസ് എന്ന് പറയുമ്പോൾ ഓരോ കമ്പനിക്കും അതിൻ്റെതായ ഒരു പോളിസീസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ കൂടുതലും അവരുടെ ഒരു പോളിസി എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ, പിന്നെ എന്താണ് ഇൻഫെക്ഷൻ ഫ്രീ ആക്കുക എന്നുള്ളതാണ്. അതേപോലെ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിൽ അവരുടെ മെഷീനറീസ്, പിന്നെ സ്ലിപ്പ്, ഫോൾ, ഇതൊക്കെ ആയിരിക്കും അവരുടെ ഒരു പോളിസി എന്ന് പറയുന്നത്, ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ. നെക്സ്റ്റ് വണ്ണാണ് നാച്ചർ ഓഫ് ദ ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഹസാർഡ്സും. പിന്നെ 9th വണ്ണാണ് ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിസ്കും. അപ്പം നാച്ചർ ഓഫ് ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഹസാർഡും നാച്ചർ ഓഫ് ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഹസാർഡും റിസ്കും രണ്ടും എന്താണ്? ഡിഫറെന്റ് ആണ്. ഹസാർഡ് എന്ന് പറയുന്നത് റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത് ഹസാർഡിന്റെ ഒരു ഓപ്പോസിറ്റ് ആണ് റിസ്ക് എന്ന് പറയുന്നത്. അതായത് ഹസാർഡ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു കെമിക്കൽസ് എന്താണ്? ഒരു ഹസാർഡ് എന്ന് പറയാം. അതായത് ആ കെമിക്കൽസ് ഉണ്ടാക്കുന്ന ബേൺ അല്ലെങ്കിൽ റെസ്പിറേറ്ററി എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ അതിനെ എന്ത് പറയാം? റിസ്ക് എന്ന് പറയാം. ഓക്കെ. ഹസാർഡ് എന്ന് പറയുന്നത് ഒരു ലൈക്ലിഹുഡ് ആണ്. റിസ്ക് എന്ന് പറയുന്നത് അത് ഒക്കർ ചെയ്യുന്ന റീസൺ, അത് ഒക്കർ ചെയ്യുന്ന ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആണ് റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കട്ട് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറീസ് എന്താണ്? അതായത് കട്ട് ഇഞ്ചുറീസ് എന്താണ്? ഒരു റിസ്ക് ആണ്. ഇപ്പൊ നമ്മളൊരു ബിസ്ക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫുഡ് പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒരു മെറ്റൽ പീസസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു മെറ്റൽ പീസസ് ഫുഡിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അത് ഉണ്ടായി കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു ഹസാർഡാണ്. അത് റിസ്ക് ആയിട്ട് മാറുന്നത് എപ്പോഴാണ്? നമ്മളത് കഴിക്കുമ്പോൾ നമ്മള് എന്തെങ്കിലും ബോഡി പാർട്സോ എന്തെങ്കിലും ഒരു മുറിവ് സംഭവിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയാൻ പറ്റും? അതിന് റിസ്ക് എന്ന് പറയാം. അതൊരു ഹസാർഡ് എപ്പോഴും എന്തായിട്ട് മാറാൻ പറ്റും? റിസ്ക് ആയിട്ട് മാറാൻ പറ്റും. ഇത്തരം ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഒരു കമ്പനിയിൽ OHSAS ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്. ഇനി PDCA മെത്തഡോളജി. അപ്പോൾ നമുക്ക് ഇതിലും നെക്സ്റ്റ് വരുന്ന ഒരു മാനേജ്മെന്റ് സേഫ്റ്റിയിലും കാണാൻ പറ്റുന്ന ഒരു മെത്തഡോളജിയാണ് PDCA. സെയിം ആണ് അവിടെയും. അതായത് PDCA എന്ന് പറയുന്നത്, P എന്ന് പറയുന്നത് എന്താണ്? പ്ലാൻ ആണ്. D എന്ന് പറയുന്നത് ഡു, C ചെക്ക് ആണ്, A ആക്ട് ആണ്. അപ്പൊ ഈ പേരിൽ തന്നെ ഉണ്ട് പ്ലാൻ, ഡു, ചെക്ക്, ആക്ട് എന്ന് പറയുന്നത്. നമ്മൾ ഒരു OHSAS ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തഡോളജിയാണ് യൂസ് ചെയ്യുന്നത്. PDCA എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അതായത് നമ്മൾ ഈ ഒരു ഓർഗനൈസേഷൻ
ഈ ഒരു OHSAS സ്റ്റാൻഡേർഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തഡോളജിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലാൻ യുവർ OHSMS. അതായത് നമ്മൾക്ക് എങ്ങനെയാണ്, അതായത് കറണ്ട് പ്രോബ്ലം അവിടെ എന്താണ്, കണ്ടീഷൻസ് എന്താണ്, പിന്നെ നമുക്ക് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് കൊണ്ടുവരേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ കൊണ്ടുവരേണ്ടത്, പിന്നെ നമുക്ക് എങ്ങനെ ഒരു സൊല്യൂഷൻ കാണാൻ പറ്റുന്ന പ്രശ്നത്തിന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ ഡു എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് യുവർ OHSMS. അതായത് നമ്മൾ പ്ലാൻ ചെയ്താൽ മാത്രം പോരാ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ആ പ്ലാൻ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യുക. അതായത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമ്മൾ കുറഞ്ഞ അത്, അതായത് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം വരുന്ന ചേഞ്ചസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ആ ഒരു ചേഞ്ച് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ആ മാറ്റങ്ങളൊക്കെ എന്താണ് നമ്മൾ ഒന്ന് റെക്കോർഡ് ചെയ്യുക, അതൊന്ന് മനസ്സിലാക്കുക, ആ ഒരു ഡാറ്റ ഒക്കെ കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഡൂവിൽ വരുന്നത്. പിന്നെ ചെക്കാണ് നെക്സ്റ്റ് വന്ന്. ചെക്ക് എന്ന് പറയുന്നത് ഡു നമ്മൾ കുറെ കാര്യങ്ങൾ അവിടെ കുറെ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നു, പിന്നെ നമ്മൾ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെക്ക് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ആണ്. ഇവാലുവേറ്റ് ഡാറ്റ, അതായത് നമ്മൾ എല്ലാ ഡാറ്റാസും കൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, നമ്മൾ വിശകലനം ചെയ്യണം. പിന്നെ നമ്മൾ ഏതൊക്കെ ഡീവിയേഷൻസ് ആണ് ബിറ്റ്വീൻ ഔട്ട്കമും പ്ലാൻഡ് ഒബ്ജക്റ്റീവ്സ്, അതായത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണോ ഉള്ളത് എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അച്ചീവ് ചെയ്തു, അതായത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തതിൽ ഇപ്പൊ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റീവ് കിട്ടിയൊന്ന് ചെക്ക് ചെയ്യുന്നതാണ് ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? ആക്ട് എന്ന് പറയുന്നത് ഇംപ്രൂവ് യുവർ OHSMS. ഇംപ്രൂവ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇപ്പൊ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ആ റിസൾട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഇംപ്രൂവ് ചെയ്യാം അല്ലെ? സ്റ്റാൻഡേർഡ് ഈസ് ദ സൊല്യൂഷൻ. പിന്നെയോ ആ ഒരു സെറ്റ് ഓഫ് ഡാറ്റ നമ്മൾ വീണ്ടും റിവ്യൂ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് റിസൾട്ടിലോട്ട് അത് നമ്മൾ ഡിറൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് പ്ലാൻ, ഡു, ചെക്ക്, ആക്ട് ആണ് PDCA മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കൂടാതെ ചെയ്യാൻ പറ്റുന്നതാണ് ഗ്യാപ്പ് അനാലിസിസ്. ഗ്യാപ്പ് അനാലിസിസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഗ്യാപ്പ് അനാലിസിസ് എന്നുള്ളത്. അതായത് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ കറന്റ് OHSAS പ്ലാൻ നോക്കുക, ഇനി നമുക്ക് ഇല്ലാത്തതും കൂടി നോക്കുക. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് ഈസി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ് ISO IEC 27001:2005. അതായത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ആണ് ISO 27001. നമ്മൾ ഇൻട്രൊഡക്ഷൻ ഏരിയയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഏതാണ്? ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. നമുക്ക് ഫസ്റ്റ് എന്താണ് ISO IEC എന്താണെന്ന് നോക്കാം. ISO എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ആണ്. ഇതിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ഡീറ്റെയിൽ എന്നൊക്കെ 1947 എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിന്റെ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുതിയതാണ് ഇപ്പൊ IEC ആണ് നമുക്ക് നോക്കുന്നത്. വാട്ട് ഈസ് IEC? IEC എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ ആണ്. അതായത് ഇലക്ട്രോണിക്സ്, പിന്നെ ഇലക്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ് IEC. ISO IEC എന്നാണ് നമ്മൾ സ്റ്റാൻഡേർഡിനെ റെപ്രസെന്റ് ചെയ്യുക. ഇതും ലൊക്കേഷൻ സിമിലർ ടു ISO ആണ്. എസ്റ്റാബ്ലിഷിംഗ് ഇയർ 1906 ആണ്. അപ്പം ISO IEC എന്താണ്? നാഷണൽ മെമ്പർ ബോഡി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. പിന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ടെക്നിക്കൽ കമ്മിറ്റീസ് ആയിരിക്കും. അതായത് കൂടുതൽ ടെക്നിക്കൽ വശമുള്ള ഒരു മെമ്പേഴ്സ് ആയിരിക്കും ഇതിന് ഉണ്ടായിരിക്കുക. കാരണം ഇത് കൂടുതലും നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ IT മേഖലയിൽ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ്. അതായത് നമ്മൾ ഡാറ്റ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് ഹിസ്റ്ററി ആണ്. അതായത് ഡെവലപ്മെന്റ് ISO IEC JTC1C27. അതായത് ഡെവലപ്പ് ചെയ്തത് ഈ ഒരു കമ്മിറ്റിയാണ്. അപ്പം ഇതില് SC27 ഒരു കാര്യത്തിന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്, JTC ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അതായത് JTC1 ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി സ്റ്റാൻഡേർഡ്സ്. ഈ ഒരു സ്റ്റാൻഡേർഡിനെ ഡിഫൈൻ ചെയ്തതാണ് നെക്സ്റ്റ് പോയിന്റ്. അതായത് JTC1 എന്ന് പറയുന്നത് എല്ലാത്തരം ഇൻഫർമേഷൻ ടെക്നോളജി സ്റ്റാൻഡേർഡ്സും JTC1 ഇൻക്ലൂഡഡ് ആയി. SC27 എന്ന് പറയുന്നത് IT സെക്യൂരിറ്റിക്ക് മാത്രമുള്ളതാണ്. എന്തെന്ന് പറയുന്നത്? SC27 എന്ന് പറയുന്നത്. പിന്നെ ഇത് പബ്ലിഷ് ചെയ്ത ഇയർ കൊടുത്തിട്ടുണ്ട് 2005 ഒക്ടോബർ 15th. ഇതിന് മുൻപ് ഇതിന്റെ പേരെന്ന് പറയുന്നത് BS
7,799 ആയിരുന്നു. അപ്പം ഈ ഒരു സ്റ്റാൻഡേർഡിനെ മാറ്റിയിട്ടാണ് നിലവിലുള്ള ISO IEC 27001 കൊണ്ടുവന്നത്. അപ്പൊ ഇൻ കേസ് എക്സാമിന് BS 77992 എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അതെന്താവും ഇറ്റ്സ് ഒബ്സലറ്റ്. നിലവിൽ അങ്ങനെ ഒന്നും പറയുന്നില്ല. പകരം അതിന് പറയുന്ന വേറെ പേരാണ് ISO IEC 27001. ഓക്കെ, അപ്പൊ ഇതിൽ JTC1 എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോക്കാം, NESI 27 എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ISO IECയുടെ പേർപ്പസ് എന്താണ്? ഇതൊരു ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ഒരു കമ്പനിയിലെ ഇൻഫർമേഷൻ സെക്യൂരിറ്റീസ്, അതായത് കമ്പനി കൈകാര്യം ചെയ്യുന്ന പല ഡാറ്റാസ് ഉണ്ടാവും, സൈബർ സെക്യൂരിറ്റീസ് ഉണ്ട്, ഒതന്റിക്കേഷൻസ് ഉണ്ടാവും അല്ലെ. നമ്മളിപ്പം ബാങ്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ലോഗിൻ ചെയ്യുന്നു, നമ്മൾ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ എടുക്കുക. അപ്പൊ അത് നമ്മുടെ ഒരു ഒതന്റിസിറ്റി അല്ലേ, നമ്മൾക്കൊരു എൻക്രിപ്ഷൻ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണ് എന്താ ISO IEC എന്ന് പറയുന്നത്. അതിന് ആപ്ലിക്കബിലിറ്റി സിമിലർ ടു നമ്മൾ EMS QMS ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇതും സൈസ് ഓർഗനൈസേഷൻസ് ഇൻഡസ്ട്രി റിഗാർഡ്ലെസ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റി, അതായത് നമ്മുടെ ഡാറ്റാസ് മറ്റാരും കാണാതെ നമുക്ക് സൈബർ സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി ഡാറ്റാസ് ആൻഡ് കംപ്ലൈൻസ്. ഓക്കെ, പിന്നെ ഇതിന്റെ നമ്മള് ഇതിനു മുൻപ് പറഞ്ഞ OHSAS പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു അപ്രോച്ച് ഇതെങ്ങനെയാണ് നമ്മൾ ഒരു ആക്ട് കൊണ്ടുവരുന്നത്, PDCA മെത്തഡോളജി വെച്ചിട്ടാണ് നമ്മൾ ISO IEC 27001 ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പം ഇതിലും നമ്മൾ പ്ലാൻ ഡു ചെക്ക് ആക്ട് ആണ് ചെയ്യുന്നത്. പ്ലാൻ നമ്മൾ പറഞ്ഞിരുന്നു, പ്ലാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. പിന്നെ ഡൂവില് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ചെക്കിലാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു, മെഷർ, ഓഡിറ്റ് ആൻഡ് റിവ്യൂ, ദെൻ ടേക്കിംഗ് ആക്ഷൻസ് ആൻഡ് ഇംപ്രൂവിംഗ് ISMS. ഓക്കെ, ലാസ്റ്റ് വണ് നമ്മളെ ജനറൽ അപ്രോച്ചിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. PDCA നമ്മൾ മോഡൽ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വേറൊരു മെത്തേഡാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. ഗ്യാപ്പ് അനാലിസിസ് നമ്മൾ കറണ്ട് OHSAS ഡെവലപ്മെന്റ് പ്ലാൻ OHSASും കൂടെ കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ ഡെവലപ്മെന്റിൽ OHSASലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. ദ പ്രോസസ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്, അതായത് നമ്മൾ ഈ ഒരു ISO IEC എന്ന് പറയുന്നത് ഒരു പ്രോസസ് അപ്രോച്ച് ആയിട്ടുള്ളതാണ്. നമ്മൾ QMS പിന്നെ EMS ഒക്കെ നമ്മൾ പ്രോസസ് ഓറിയന്റഡ്, സർവീസ് ഓറിയന്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോസസ് ഓറിയന്റഡിനേക്കാളും നമ്മളത് സർവീസ് ഓറിയന്റഡ് എന്നായിരുന്നു പറഞ്ഞത്, പ്രോഡക്റ്റ് ഓറിയന്റഡ് ആൻഡ് സർവീസ് ഓറിയന്റഡ്. അതുപോലെ ഇവിടെ ISO IECക്ക് നമ്മൾ പറയുന്നതാണ് പ്രോസസ് അപ്രോച്ച്, പ്രോസസ് ഓറിയന്റഡ് എന്ന് പറയുന്നത്. അതായത് ഇതൊരു ISO IEC എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ്. അതായത് നമ്മൾ ഒരു ഡാറ്റ സെക്യൂരിറ്റിന്റെ പറഞ്ഞതിൽ കുറെ വശങ്ങളുണ്ട്. അതായത് നമ്മൾ ഡാറ്റ ഒതന്റിക്കേഷൻ ഉണ്ട്, പിന്നെ ഡാറ്റ എൻക്രിപ്ഷൻ ഉണ്ട്, പിന്നെയോ ഡാറ്റ സ്റ്റോറേജ് ഉണ്ട്, പിന്നെയോ സെക്യൂർ ട്രാൻസാക്ഷൻ, ബാങ്കിലാണെങ്കിൽ കുറെ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രോസസ് അപ്രോച്ച് എന്ന് പറയുന്നത്. കുറെ പ്രോസസ് അവിടെ കമ്പൈൻഡ് ആണ് അല്ലെ, ഓരോ പ്രോസസ്സും ലിങ്ക്ഡ് ആണ്. അതിനെ നമ്മൾ എന്ത് പറയുന്നത് പ്രോസസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇത് കൂടുതലും ഒരു പ്രോസസ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് അവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട്സ് ഒക്കെ കണക്ട് ചെയ്യുന്നത്, നമ്മൾ കാര്യങ്ങൾ അതിൽ എൻറ്റർ ചെയ്യുന്നു, നമ്മൾക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരുന്നു അല്ലെ. ഒരു IT മേഖലയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇറ്റ്സ് എ മാനേജ്മെന്റ് സ്ട്രാറ്റജിന്റെ പ്രോസസ് അപ്രോച്ച് എന്ന് പറയുന്നത്. പിന്നെ ISO IEC 27000 നമ്മൾ എല്ലാ ആസ്പെക്റ്റിലും എന്ത് റൺ ചെയ്യുന്നുണ്ട്, PDCA മോഡലാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ലാസ്റ്റ് വൺ ഇതിൽ എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഫൈനലി നമ്മൾ PYQs കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒബ്സർവേഷൻസ് ആണ് ചോദിച്ചത്. അപ്പം ഇതിന്റെ ആൻസേഴ്സും നോക്കാം, പിന്നെ എക്സസൈസും എന്ത് ചെയ്യാം. 4 സ്റ്റാൻഡേർഡ്സ് അപ്ലിക്കബിൾ ടു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് 4 സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ് ഉള്ളതെന്ന്. പിന്നെ 6 സ്റ്റാൻഡേർഡ്സ് അപ്ലിക്കബിൾ ടു ഫുഡ് ഇൻഡസ്ട്രിക്ക് മാത്രമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എൻവയോൺമെന്റൽ ആസ്പെക്ട് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് OHSAS നമ്മൾ എങ്ങനെയാണ് PDCA മെത്തഡോളജി, PDCA ഇമ്പോർട്ടൻ്റ് ആണ്, PDCA മെത്തഡോളജി എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത് എന്നുള്ളത്. പിന്നെ വാട്ട് ഈസ് ദ
Purpose of implementing ISO 27,000 2005 Indian Industry purpose എന്താണെന്നുള്ളത് എന്താണെന്നുള്ള മെയിൻലി നമ്മൾ ഓവറോൾ ആയിട്ട് ഒരു ഗ്ലോസറി നോക്കുകയാണെങ്കിൽ ഇതിന്റെ ടേംസിന്റെ ഡെഫിനിഷൻസ് നോക്കാം. പിന്നെ ഓരോ സ്റ്റാൻഡേർഡും അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നോക്കാം. പിന്നെ PDCA മെത്തഡോളജി നോക്കാം. പിന്നെ ഓരോ സ്റ്റാൻഡേർഡ്സിനും നമ്മൾ 18,000 27,000 എന്നൊക്കെ പറഞ്ഞിട്ടില്ല, ആ സ്റ്റാൻഡേർഡ് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, താങ്ക് യു.